നമുക്ക് സേതുവിന്റെ പല്ലവിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവിൽ നമ്മൾ കാണുന്ന ഡോക്ടർ ഇന്ദ്രനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഋതുവിനെ കുറിച്ചും അതോടൊപ്പം തന്നെ കുഞ്ഞിനെ കുറിച്ചൊക്കെ. കുഞ്ഞെന്ന് പറഞ്ഞ പ്രിമച്വർ ബേബിയാണ്, മാസം തികയാതെ ഉണ്ടായതാ. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പൊ കുഞ്ഞിനെ എടുക്കുമ്പോഴും നോക്കുമ്പോഴും ഒക്കെ അങ്ങനെ വേണം കുഞ്ഞിനെ നമ്മൾ നോക്കാണ്ട് സംരക്ഷിക്കാനായിട്ട്. സാധാരണ കുട്ടികളെ പോലെ അല്ല, കുറച്ച് വളർച്ചക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ആള് മിടുക്കിയാണ്. പിന്നീട് ഡോക്ടർ കുറെ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഋതുവിനെ നോക്കേണ്ട കാര്യത്തെക്കുറിച്ചും, ഋതുവിന്റെ അപ്പോഴത്തെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ. പിന്നെ നിങ്ങൾ ആ സമയത്ത് ഇവിടെ ഇല്ലായിരുന്നോണ്ടാ നിങ്ങളോട് പറയാതിരുന്നേ. ഋതുവിന്റെ സഹോദരനോട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ഇന്ദ്രൻ ചോദിച്ചു, അല്ല ഡോക്ടറെ, എനിക്ക് എന്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അതിനെന്താ, ഇപ്പോഴേക്കും കൊണ്ടുവരും, കുഞ്ഞിനെ കണ്ടോളാൻ പറഞ്ഞു. പിന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വേണം, കുഞ്ഞിന് ഇൻഫെക്ഷൻ ഉണ്ടാവാൻ പാടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉപദേശിച്ചിട്ട് അങ്ങോട്ട് കയറി പോവാണ്. ഇന്ദ്രനൊരു പുച്ഛഭാവമായിരുന്നു. പിന്നെ ഒരു ഡോക്ടർ വന്നിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നേഴ്സ് കുഞ്ഞിനെ കൊണ്ട് വരികയാണ്. അങ്ങനെ കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോഴത്തേനും പൂർണ്ണിമയ്ക്കിന്റെ ആകാംക്ഷപൂർവ്വം നോക്കുന്നേ. ആദ്യമായിട്ടാണ് തന്റെ കുടുംബത്തിൽ ഒരു പേരക്കുഞ്ഞുണ്ടാകുന്നേ. ഒടുവില് അവരെ കൊണ്ടുവന്ന് കുഞ്ഞിനെ കൊടുക്കണം. അപ്പൊ പൂർണ്ണാമ്പ കുഞ്ഞിനെ എടുത്തു. പൂർണ്ണാമ്പയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഋതുവിന്റെ കുഞ്ഞിനെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും. കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ പ്രിമേച്ചർ ബേബി എന്ന് പറയത്തില്ല, ആവശ്യത്തിന് വളർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എന്നാലും ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണല്ലോ. ഒടുവില് പല്ലവി കുഞ്ഞിനെ എടുത്തു. പല്ലവി കുഞ്ഞിനെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും കുഞ്ഞിങ്ങനെ അനങ്ങാതിരിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രൻ കുഞ്ഞിനെ ഒന്ന് നോക്കുവാണ്. പിന്നീട് ഇന്ദ്രനോട് സേതു ചോദിച്ചു, നീ കുഞ്ഞിനെ എടുക്കുന്നില്ല എന്ന് ചോദിച്ചു. പിന്നെ എന്റെ കുഞ്ഞിനെ എനിക്ക് എടുക്കണ്ടെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ പല്ലവി കുഞ്ഞിനെ കൊടുക്കുകയാണ്. ഈ സമയം ഇന്ദ്രന്റെ കുഞ്ഞിനെ എടുക്കാൻ അത്ര പ്രാക്ടീസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പൂർണ്ണിമയൊക്കെ പറഞ്ഞു കൊടുത്തു, എങ്ങനെയാ പിടിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ കുഞ്ഞിനെ കൈ കിട്ടി കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രന് ഭയങ്കര സന്തോഷമായി. ഇന്ദ്രൻ പെട്ടെന്ന് കുഞ്ഞിന് ഉമ്മ വെക്കാൻ തുടങ്ങുക. സാധാരണ കുഞ്ഞു പിള്ളേർക്കൊക്കെ ഉമ്മ കൊടുക്കുന്ന പോലെ. അത് കേട്ടപ്പോ പല്ലവി തടഞ്ഞു. ദേ ഇന്ദിര, കുഞ്ഞിന് ഉമ്മ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പറ്റില്ലെന്നോ? എന്താ, എന്റെ കുഞ്ഞിനൊരു ഉമ്മ പോലും കൊടുക്കാൻ എനിക്ക് പറ്റില്ല എന്നൊരു ചോദ്യമായിരുന്നു. അതെ, സാധാരണഗതിയിലുള്ള കുട്ടികളുടെ കുഴപ്പമില്ല, ഇതങ്ങനെയല്ല. മാസം തികയാതെ പ്രസവിച്ച ഡോക്ടർ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നിന്നോട്, അതൊക്കെ നീ കേട്ടല്ലോ എന്ന് ചോദിച്ചു. പിന്നെ ഡോക്ടർ അങ്ങനെ പലതും പറയൂന്ന് പറഞ്ഞു. പല്ലവിക്ക് നല്ല ദേഷ്യം വന്നു. പല്ലവി സേതുവിനെ ഒന്ന് നോക്കി. സേതു പറഞ്ഞു, എന്താ നീ കൂടുതലൊന്ന് കളിക്കരുത്, ഒന്നുമല്ലേലും നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാമല്ലേ, ഡോക്ടർ പറഞ്ഞു തന്നല്ലേ എന്ന് ചോദിച്ചു. എന്ത് ചെയ്യാനാന്ന് പറ, സ്വന്തം കുഞ്ഞിനെ ഒന്ന് താലോലിക്കാനും കൊഞ്ചിക്കാനുള്ള അവകാശം പോലും കുഞ്ഞിന്റെ അച്ഛനായി എനിക്കില്ലെന്നൊക്കെ പറയാം. പൂർണ്ണിമ പറഞ്ഞു, അങ്ങനെയല്ലല്ലോ ഡോക്ടർ പറഞ്ഞത്. ആവാം, പക്ഷെ അതിന് കുറച്ചുകൂടെ കഴിയണം എന്നല്ലേ പറഞ്ഞേ. അപ്പോഴേക്കും അച്ഛന് നല്ല ദേഷ്യം വന്നു. അല്ലെങ്കിലും അതെ, എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ഇവനെ കഴിഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് കുഞ്ഞു കരയണത്. കുഞ്ഞു കരയാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് വല്യ പറഞ്ഞു, അതെ കുഞ്ഞിന് വിശക്കാൻ തുടങ്ങി കാണും, പാല് കുടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ആ സമയത്ത് നേഴ്സ് അങ്ങോട്ട് വന്നു. അങ്ങനെ നേഴ്സിന്റെ കൈ കുഞ്ഞിനെ കൊടുത്തു വിട്ടു. ഒടുവില് ഋതുവിന്റെ അടുത്തേക്ക് കുഞ്ഞിനെ കൊണ്ട് എല്ലുവാണ്. ഋതു അത്ര സമയമായിട്ട് ബോധം വീണിട്ടുണ്ടായിരുന്നില്ല. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനാണ് ഋതുവിന് ബോധം വരുന്നത്. അങ്ങനെ ഋതു നോക്കിക്കഴിഞ്ഞപ്പോഴത്തേന് തൻ്റെ അടുത്ത് കുഞ്ഞു കിടക്കുന്നു. അപ്പൊ കുഞ്ഞിന് പാല് കൊടുക്കാനായിട്ട് നേഴ്സ് കൊണ്ടുവന്ന. ഈ സമയത്ത് ഋതു വല്ലാത്തൊരു ദേഷ്യത്തോട് കുഞ്ഞിനെ ഇങ്ങനെ നോക്കണം. സാധാരണ പ്രസവിച്ച് കഴിയുമ്പോഴെങ്കിലും ആ കുഞ്ഞിനോട് സ്നേഹം തോന്നേണ്ടതാ, പക്ഷെ ഇവിടെ അത് ഋതുവിനുണ്ടായില്ല. അപ്പോഴേക്കും നേഴ്സ് പറഞ്ഞു, അതെ പാല് കൊടുക്കണം, കുഞ്ഞ് കരയുവാന്ന് പറഞ്ഞു. പാല് കൊടുക്കാനോ? ഞാനോ? എന്നെ കൊണ്ട് അതിനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. ആ സമയത്താണ് ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നത്. ഡോക്ടർ വന്നിട്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചു. നേഴ്സ് കാര്യം പറഞ്ഞു. ഡോക്ടർ ഋതുവിനോട് പറഞ്ഞു, അതെ കുഞ്ഞിന് പാല് കൊടുക്കണം എന്ന് പറഞ്ഞു. ഡോക്ടറെ, എനിക്ക് ഈ കുഞ്ഞിനെ വേണ്ടാന്ന് പറഞ്ഞു. വേണ്ടാന്നോ? അത് ഡോക്ടറെ, ഡോക്ടർക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ? എനിക്ക് ഈ കുഞ്ഞിനെ വേണ്ട. ഡോക്ടർ അത്ഭുതത്തോടു കൂടി ഋതുവിനെ നോക്കുക. സാധാരണഗതിയിൽ കുഞ്ഞുങ്ങളെ ഇഷ്ടമില്ല എന്നൊക്കെ പറയും, വയറ്റ് വെച്ച് എനിക്കിനെ വേണ്ട എന്നൊക്കെ പറഞ്ഞാലും കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ ആ പ്രസവ വേദനയൊക്കെ അനുഭവിച്ച് കഴിയുമ്പോൾ സാധാരണഗതിയിൽ ആർക്കാണെങ്കിലും കുഞ്ഞിനോട് ഭയങ്കര സ്നേഹമായിരിക്കും. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാ സംഭവിച്ചിരിക്കുന്നത്. അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ എന്തായി പറയണേ, കുഞ്ഞിനെ വേണ്ടെന്നോ? ഇനിയിപ്പോൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളുടെ കുഞ്ഞാത് എന്ന് പറഞ്ഞു. ഡോക്ടറെ, എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കിത്താ, എനിക്ക് പറ്റില്ല ഇതിനെ നോക്കാനായിട്ട്, വളർത്താൻ പറ്റില്ല, പാല് കൊടുക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞ് ഋതു വയലന്റ് ആവുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതായിപ്പോയി. ഡോക്ടർക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. ഋതു ഇങ്ങനെ കിടന്ന് മസിൽ പിടിക്കുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുഞ്ഞാണെങ്കിലോ കരച്ചിലോട് കരച്ചിൽ തന്നെ. ഒടുവില് ഋതുവിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഋതുവിന് ഭയങ്കര ദേഷ്യവും കാര്യങ്ങളായിരുന്നു. കുഞ്ഞിന് പാല് കൊടുക്കാൻ പോലും ഭയങ്കര മടിയായിരുന്നു ഋതുവിന്. ഒടുവില് ഡോക്ടറുടെ ഒക്കെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് കുറച്ച് പാലെങ്കിലും കൊടുക്കുന്നത്.
ഡോക്ടർ അതിനുശേഷം സേതുവിനെ പല്ലവിയും കൂടെ തന്റെ ക്യാബിലേക്ക് വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് ഋതുവിന്റെ ഇപ്പോഴത്തെ കണ്ടീഷനെ കുറിച്ചൊക്കെ പറയാണ്. ഋതുവിനാണെങ്കിൽ കുഞ്ഞ് കരയുന്നൊക്കെ കേൾക്കുമ്പോൾ ഏതാണ്ട് ഭ്രാന്ത് പിടിക്കുന്ന പോലെയായിരുന്നു. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ പല്ലവി പറഞ്ഞു, സാരമില്ല ഡോക്ടറെ, അവളെ പതിയെ ഞങ്ങൾ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നോളാം. ഒരുപക്ഷെ ഇത്തിരി കഴിയുമ്പോൾ ഭേദമാകുമെന്ന് പറഞ്ഞു. കുഞ്ഞ് കരയണ സമയത്തെല്ലാം പല്ലവിയാണ് കുഞ്ഞിനെ എടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത്. കുഞ്ഞിനെന്ന് പറഞ്ഞാൽ പാല് കിട്ടണ സമയത്ത് പാല് കിട്ടാതെ വരുമ്പോൾ അത് കുഞ്ഞുമാണെങ്കിലും ഭയങ്കരമായിട്ട് കിടന്ന് കരയും. പല്ലവിക്ക് എത്ര സമയം അതിനെ വെച്ചോണ്ടിരിക്കാനായിട്ട് പറ്റും. എന്നാലും പല്ലവി അങ്ങനെ വിട്ടുകൊടുക്കാൻ ഒരുങ്ങിയില്ല. എത്രയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞിനെ നല്ല രീതിയിൽ തന്നെ വളർത്തിക്കൊണ്ട് വരണം എന്നൊരു ആഗ്രഹമായിരുന്നു പല്ലവിയുടെ മനസ്സിൽ. ഋതു തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ ശരി, എങ്ങനെയാണെങ്കിൽ ഇതിനെ വളർത്തണം എന്നൊരു ചിന്തയായിരുന്നു. പിന്നീട് സ്വാതി കുഞ്ഞുണ്ടായ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അതറിഞ്ഞപ്പം സ്വാതിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. തന്റെ ചേച്ചിക്കൊരു കുഞ്ഞു പറഞ്ഞിരിക്കുന്നു. അഖിലും സ്വാതിയും തമ്മിൽ ഫോൺ വിളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അഖില് പോലീസ് എന്നുള്ള കാര്യങ്ങളൊന്നും സ്വാതിക്ക് അറിയില്ലല്ലോ. അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ സ്വാതി ആ കാര്യം പറയണേ, അതെ എന്റെ ചേച്ചിക്കൊരു കുഞ്ഞുണ്ടായിട്ടുണ്ട്, പെൺകുഞ്ഞ. ഇന്ന് ഞാൻ വീട്ടിലേക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. ആണോ? അങ്ങനെയാണെങ്കിൽ കാര്യം ചെയ്യ്, ഞാനും വരാം, എനിക്കും ഒന്ന് കാണാമല്ലോന്ന് പറഞ്ഞു. അഖില് വരാനോ? അല്ല അഖിലിനപ്പം ജോലി ഒരു ദിവസം ജോലിക്ക് പോയില്ലെന്നോർത്തോണ്ട് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല, ഞാനും വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്തു, അഖിലും പോവാനായിട്ട് റെഡിയാവണം. സാധിക്കപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, അഖിലിനെ കൊണ്ട് എങ്ങനെ പരിചയപ്പെടുത്തുമെന്ന് ഓർത്തിട്ട്. പക്ഷെ അഖില് എവിടെ ചെന്നാലും 4 കാലം നിൽക്കുന്നുള്ള കാര്യം സ്വാതിക്ക് മനസ്സിലായതാ. അങ്ങനെ ഒടുവിൽ അഖിലിനെയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നേ. വന്നു കഴിഞ്ഞപ്പോൾ പൊന്നുമ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. സേതു കൂടെ അങ്ങോട്ട് വന്നു. സേതു നോക്കിക്കഴിഞ്ഞപ്പോഴത്തേന് സ്വാതിയുടെ കൂടെ ഒരു പയ്യന്, എന്തായതെന്നും അറിയത്തില്ലോ. പിന്നീട് സ്വാതി തന്നെയാണ് പരിചയപ്പെടുത്തുന്നത്. അതെ, ഇത് എൻ്റെ ഫ്രണ്ട് അഖിലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇന്ദ്രൻ ഇങ്ങനെ ഒന്ന് നോക്കി. പിന്നീട് അഖിലിന്റെ ജോലിയെക്കുറിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അഖിൽ 2-3 ജോലിയുടെ കാര്യങ്ങളൊക്കെ പറയണം. അങ്ങനെ സ്ഥിരമായിട്ട് ജോലിയൊന്നുമില്ല, കിട്ടുന്ന എന്ത് ജോലിക്കും പോകുമെന്ന് പറഞ്ഞു. അതിനുശേഷം സ്വാതി കുഞ്ഞിനെയൊക്കെ കൊഞ്ചിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ സേതുവിനെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ആ സമയത്ത് തോന്നുന്നത്. കാരണം തനിക്കൊരു അജ്ഞാത ഫോൺ കോൾ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്ന ഇവനെക്കുറിച്ചാണോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടായി. ചിലപ്പോൾ ആവാൻ ചാൻസ് കൂടുതലുണ്ട്. പക്ഷെ എങ്ങനെ, ഒരു പക്ഷെ സ്വാധീനം ഇവൻ വല വീശി പിടിച്ചാണോ എന്നൊരു ചിന്ത. കാണാനൊക്കെ ഒരു ജെന്റിൽമാൻ ലുക്കൊക്കെ ഉണ്ട്, പക്ഷെ ഇവന്റെ സ്വഭാവം എന്താ ഏതാണെന്നും അറിയില്ലല്ലോ. പിന്നീട് പല്ലവിയെ വിളിച്ചുകൊണ്ട് പോയിട്ട് സേതു ഇതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോഴേക്കും പല്ലവി പറഞ്ഞു, സേതു ഏട്ടാ, അവളുടെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഇവനെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരുമായിരുന്നു. ഒരിക്കലും ഇല്ല. ഇപ്പൊ സേതുവേട്ടൻ ഇവിടെ വെച്ച് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട, അവളോട് കൂടുതലായിട്ടൊന്നും ചോദിക്കാൻ പോകണ്ട, അത് അവള് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കിയാലോ എന്ന് പറഞ്ഞു. സാവകാശം എന്തായാലും നമുക്ക് ചോദിക്കാന്ന് പറഞ്ഞു. അങ്ങനെ വിടൂല. പോകുന്നതിന് മുമ്പ് സേതു അവരെ വാച്ച് ചെയ്യുകയാണ്. അപ്പം സ്വാതിയും സ്വാതിയും അഖിലും കൂടെ സംസാരിക്കണ സേതു മറിഞ്ഞെന്ന് കേൾക്കുക. ഇവർക്ക് എന്താ ഇത്രമാത്രം സംസാരിക്കുള്ളതെന്ന് അറിയത്തില്ലോ. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നോർമൽ സ്റ്റൈലിലാണ് അവർ സംസാരിക്കുന്നത്, അല്ലാതെ ഈ പ്രണയിനികൾ സംസാരിക്കുന്നുള്ള സംസാരം ഒന്നും കേട്ടില്ല. അപ്പോഴേക്ക് സേതുവിന് വീണ്ടും സംശയമായി, ഇനിയിപ്പോൾ തനിക്ക് വന്ന അജ്ഞാത ഫോൺ കോള് അത് വെറുതെ ആയിരിക്കോ, അതോ ഇനിയിപ്പോൾ ശരിക്കും ഉള്ളതാണോ എന്നൊരു ചിന്ത. എന്താണെങ്കിലും കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം. ഇവർ തമ്മിൽ അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോതെ. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.